മമതാ പക്ഷത്തിന് കൂടിക്കാഴ്ചയ്ക്ക് വീണ്ടും സമയം അനുവദിച്ച് ലോക്സഭാ സ്പീക്കർ. ഈ മാസം 19-ന് അഭിഷേക് ബാനർജിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകി. നേരത്തെ തിങ്കളാഴ്ച സമയം അനുവദിച്ചിരുന്നെങ്കിലും ഇഡിയുടെ മുന്നിൽ ആയിരുന്നതിനാൽ അഭിഷേക് കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നില്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, വിമത ലയന നീക്കങ്ങൾ അവിടെ എന്തായാലും ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മമതയ്ക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള സമയം ലോക്സഭാ സ്പീക്കർ അനുവദിച്ചിരിക്കുകയുമാണ്. അനൂപ്, നിർണായകമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച മമതാ ബാനർജി പക്ഷത്തിന്, പ്രത്യേകിച്ചും അഭിഷേക് ബാനർജിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചുകൊണ്ടുള്ള ഇമെയിൽ ഇതിനോടകം തന്നെ ഓം ബിർളയുടെ ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന് അഭിഷേക് ബാനർജിക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നെങ്കിലും അന്ന് അഭിഷേക് ബാനർജി ഇഡിക്ക് മുൻപിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ഈ 20 എംപിമാർ, വിമത എംപിമാരെ NCPI എന്ന് പറയുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് ലയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം, അത് തന്നെ ഈ ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം വേണമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ പ്രത്യേക പാർട്ടിയായി അംഗീകരിക്കണമെന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇരു വിഭാഗങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് ലോക്സഭാ സ്പീക്കർ എത്തിയിരുന്നത്. അതിൽ നേരത്തെ തന്നെ വിമത എംപിമാരുടെ പക്ഷം സ്പീക്കർ കേട്ടിരുന്നു. ഇനി ഈ TMCയുടെ തന്നെ മമതാ പക്ഷത്തിന്റെ ഒരു അഭിപ്രായം, അവരുടെ വാദം കൂടി കേൾക്കുക എന്നുള്ള കാര്യമാണ്. അത് വെള്ളിയാഴ്ച നടക്കും. അതിനുശേഷമായിരിക്കും എന്താണ് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുക. പ്രത്യേകിച്ചും വിമത എംപിമാർക്ക് അവർക്ക് പ്രത്യേക ഒരു പാർട്ടിയായി അവരെ അംഗീകരിക്കണമോ, മാത്രമല്ല പ്രത്യേക ഇരിപ്പിടം ലോക്സഭയിൽ അനുവദിക്കണമോ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനം ലോക്സഭാ സ്പീക്കറിന്റെ ഭാഗത്തും ഉണ്ടാവുക. മാത്രമല്ല ഇത് വലിയൊരു തർക്കത്തിലേക്ക്, പ്രത്യേകിച്ചും കോടതിയിലേക്ക് അടക്കം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമോപദേശം തേടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്കും ഇതിനോടകം തന്നെ സ്പീക്കർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമമന്ത്രിയുമായിട്ടടക്കം ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഓം ബിർള സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.